ഹായ് 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള കഥകളെക്കുറിച്ചാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എടുത്താലും അനവധി കഥകൾ നിറഞ്ഞതാണല്ലേ. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കഥ പോലെ അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണോ മിഥ്യയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ. യുവർ സ്റ്റോറി ക്രിയേറ്റ്സ് യു എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സ്റ്റോറി എന്താണോ, അത് എത്രത്തോളം സ്ട്രോങ് ആണോ, അതാണ് നിങ്ങളാക്കി മാറ്റുന്നത്. സോ നമ്മുടെ സ്റ്റോറി അതിൽ നല്ലതുമുണ്ടാകും, മോശപ്പെട്ടതുണ്ടാകും. ഈ മോശം സ്റ്റോറീസ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ലൈഫിൽ സ്റ്റക്കായി പോകുന്നത്. ജീവിതത്തിൽ സ്റ്റക്കാവുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് ഇൻറ്റേർണലി സ്റ്റക്ക് ചെയ്യും, മറ്റേത് എക്സ്റ്റേണലി സ്റ്റക്കാവും. ഇൻറ്റേർണൽ സ്റ്റക്ക് ഭയങ്കര പവർഫുള്ളാണ്. ആ ഇൻറ്റേർണലി സ്റ്റക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതം എത്ര ഭംഗിയാണ്, എന്തുകൊണ്ടാണ് അവർക്ക് അടുത്ത ബിസിനസ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ പഠിച്ചുകൂടാ, എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ ജോലി അന്വേഷിച്ചുകൂടാ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നവർക്ക്, അതായത് ഇൻറ്റേർണലി സ്റ്റക്കാവുന്നവർക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഇൻറ്റേർണൽ സ്റ്റക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്, നമ്മുടെ കേസ് സ്റ്റോറി. അതായത് നമ്മളെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന, നമ്മളോട് ചെയ്യരുതെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് നമുക്ക് തോന്നുന്ന, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നിരന്തരം നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേസ് സ്റ്റോറി. ഈ കേസ് സ്റ്റോറി നമ്മൾ ചേഞ്ച് ചെയ്ത് അതിനെ ബ്ലെസ് സ്റ്റോറി ആക്കി മാറ്റുന്നതാണ് ഇന്നത്തെ റീപ്രോഗ്രാമിംഗ് ടെക്നിക്കിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റോറി നിങ്ങളുടെ ലൈഫിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, ഫ്യൂച്ചറിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്റ്റോറി നമ്മൾ എടുത്തിട്ട് ആ സ്റ്റോറിയെ, അന്നൊരു പക്ഷേ ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം, ഇനി അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയും. ആ അനുഭവം, ആ സ്റ്റോറി തന്ന ഒരു അനുഭവം എന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ മെച്ചൂർഡ് ഇനഫാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റോറിയെ എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് പോസിറ്റീവായി ഔട്ട്കം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതാണ് ആദ്യത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് എ ന്യൂ സ്റ്റോറി. ഒരു പുതിയ സ്റ്റോറി കണ്ടുപിടിക്കുക, ഒരു പുതിയ, അല്ലെങ്കിൽ അതിൽ നിന്നും ഫൈൻഡ് സം എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് സ്റ്റോറി. ഒരുപക്ഷെ ചീറ്റ് ചെയ്തായിരിക്കും, ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിന് ആ സ്റ്റോറി നമ്മൾ പഠിച്ച പാഠം എന്താണ്? നമ്മളെല്ലാവരെയും ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ കുറച്ചുകൂടി റിസ്ക് എടുക്കുമ്പോൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം പുതിയ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക. ലീഗലി എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് സീക്ക് ചെയ്യുക. ഇനിയും ചീറ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇതിന് രണ്ടാമത് FSF എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ക്രിയേറ്റ് എ ന്യൂ സ്റ്റോറി. പുതിയൊരു സ്റ്റോറി, നമ്മൾ വിജയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ അടുത്തൊരു സക്സസ് ഉണ്ടാകുന്ന ഒരു സക്സസ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. മനസ്സിൽ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കണം. നമ്മളൊരു പുതിയ ബ്ലെസ്ഡ് സ്റ്റോറി ഉണ്ടാക്കണം. ഞാനിനി ചെയ്യാൻ പോകുന്ന ബിസിനസ്, ഞാനിനി ആരംഭിക്കാൻ പോകുന്ന എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ ഞാനിനി ചെയ്യാൻ പോകുന്ന സംരംഭം, അല്ലെങ്കിൽ ഞാനിനി പഠിക്കാൻ പോകുന്ന പുതിയ കോഴ്സൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നത്, ബിസിനസ് എൻ്റെ ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നത്, ഫിനാൻഷ്യലി ഞാൻ എത്രത്തോളം അബൻഡൻ്റ് ആകുന്നു, ഞാൻ റിച്ച് ആകുന്നു, എനിക്ക് എത്രത്തോളം പൈസ സമ്പാദിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ സ്റ്റോറിയാണ്. ആ കേസ് സ്റ്റോറിക്ക് പകരം നമ്മളൊരു ബ്ലെസ്ഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്, പുതിയ സ്റ്റോറിയാണ് ബ്ലെസ്ഡ് സ്റ്റോറി. പിന്നെ മൂന്നാമത്തെ FSFA. ആ മൂന്നാമത്തെ F എന്ന് പറഞ്ഞാൽ ഫീൽ ദ ഫീലിംഗ്. ആ പുതിയ സ്റ്റോറിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ ജീവിതം ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക. അതിനെ ഇമാജിൻ ചെയ്യുക, മൈൻഡിലൊരു മെൻ്റൽ പിക്ചർ കൊടുക്കുക, ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. ആ പുതിയ സ്റ്റോറിയെ, ആ സക്സസ്സിനെ നമ്മൾ ഫീൽ ചെയ്യുക. ദെൻ ലാസ്റ്റ് ടേക്ക് ആക്ഷൻ. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ മൈൻഡ് ആ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആക്ഷനിലേക്ക് പോയി കഴിഞ്ഞു, ഇൻസ്പയർഡ് ആക്ഷനിലേക്ക് നമ്മൾ പോയി കഴിയും. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും. ആ സെയിം കേസ് സ്റ്റോറി നിങ്ങൾ ബ്ലെസ്ഡ് സ്റ്റോറിയാക്കി മാറ്റുന്നു, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കണം. ഓരോ കാര്യങ്ങളും നമുക്ക് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു 10 കേസ് സ്റ്റോറി ഉണ്ടെങ്കിൽ 10 ബ്ലെസ്ഡ് സ്റ്റോറിയാക്കി മാറ്റാം. ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് ഇൻസ്പയർഡ് ആക്ഷൻ എടുത്തുകൊണ്ട് ആ ഫീൽ ചെയ്തുകൊണ്ട് ആ ഇമാജിനേഷനിൽ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഓരോ ദിവസവും മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്യൂട്ടിഫുൾ ടൂളാണ്. ഇതിലൂടെ ധാരാളം എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് അവരുടെ ലൈഫിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതിന് ചെയ്യാൻ കഴിയട്ടെ, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ
ഹാവ് എ ഹാപ്പി ഡേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.